ഹായ്, ഹലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോ ഉം, ഇന്ന് ഓണമാണല്ലോ. ഇതിപ്പോ അവിട്ടത്തിന്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചെറിയൊരു സദ്യ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ആദ്യമേ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ ആ, നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോ ഞങ്ങളുടെ ഒരു കുഞ്ഞു സദ്യയിലേക്ക് പോവാം. വലിയ ആഘോഷമൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാല് ഞങ്ങളൊരു മൂന്നാല് വർഷമായിട്ട് ഇപ്പം ഓണാഘോഷം ഒന്നുമില്ല. ഓണാഘോഷം മാത്രമല്ല, ക്രിസ്മസ്, ഈസ്റ്റർ ഒന്നും ആഘോഷമില്ല. അപ്പോ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അമ്മ, ബോവിന്റെ ഡാഡി ഇവരൊക്കെ ഞങ്ങളെ വിട്ടു പോയിട്ട് ഈ 3-4 വർഷത്തിന്റെ ഇടയിൽ ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഓണാഘോഷം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഇന്നൊരു എന്തോ ഒരു പറയുന്ന ഞാനൊക്കെ ചെറുതിലെ തൊട്ടേ ഇങ്ങനെയൊക്കെ ആഘോഷിച്ച് വന്നതായതുകൊണ്ട് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു എന്താ സദ്യ, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാന് കരുതി കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും വിളിച്ച് നമുക്ക് വലുതായിട്ട് ഇവിടെ ആഘോഷിക്കാനും ഇപ്പം ഉള്ള സാഹചര്യം ഇല്ല. വേറൊന്നുമല്ല, ഞങ്ങളിപ്പോ ഒരു പിന്നെ ബുവിന്റെ ഓഫീസ് ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത്. കാരണം ഓഫീസ് ഒരു അപ്പാർട്ട്മെന്റ് തന്നെയാണ്, പക്ഷെ എന്നാൽ കൂടി കുറെ വർഷങ്ങളായിട്ട് ഒരു ഓഫീസ് മാത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് 2 ബെഡ്റൂം, ഹാള്, കിച്ചണ്, ടോയ്ലറ്റ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഒരു ഓഫീസ് സെറ്റപ്പിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കുറച്ച് എന്തോ ഒരു പരിമിതിക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരെയും വിളിച്ചിട്ടൊരു സദ്യ കൊടുക്കലോ ഒന്നും നടക്കത്തില്ല. അങ്ങനെയുള്ള എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാന് മൂടി വെച്ചേക്കുക. അത് ഇനി ഞങ്ങൾക്ക് ഒരു വീടായതിനു ശേഷം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പൊ എല്ലാരെയും ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഒക്കെ കൂട്ടിയിട്ട് ഓണം ആഘോഷിക്കണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം. എൻ്റെ ചെറുതിലേ ഉള്ള ആ ഓണം പോലെയൊക്കെ ഉള്ള ഓണം ആഘോഷിക്കണമൊക്കെ എന്നൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പൊ അതിന് ദൈവം അനുഗ്രഹിക്കണം. പിന്നെ അതേപോലെ ഭൂവിന്റെ കഠിനാധ്വാനം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീട് നമുക്ക് അടുത്ത ഓണത്തിനെങ്കിലും ആയി വരുള്ളൂ. അപ്പൊ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഒന്ന് ഇരിക്കാനോ ഒന്ന് പായിട്ട് ഇലയിട്ട് വിളമ്പാനോ ഒന്നും ഉള്ള ഒരു സൗകര്യം ഇല്ല ഇവിടെ. പിന്നെ ഇപ്പം ബുവിന്റെ കോൺഫറൻസ് റൂം ഉണ്ടായിരുന്നു. കോൺഫറൻസ് റൂം എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്ലയൻസ് കൂടുതൽ വരും, പിന്നെ ഓഫീസ് സ്റ്റാഫുകളും എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടുന്ന ഒരു റൂമുണ്ട്. ആ റൂമിലാണ് ഞങ്ങള് ബെഡ് ഇട്ടിട്ട് കിടക്കുന്നത്. പിന്നെ കുറച്ച് ഞങ്ങള് 4 പേർക്ക് ആവശ്യത്തിനുള്ള മാത്രം പാത്രങ്ങളൊക്കെ മാത്രമേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആഹാരങ്ങളൊന്നും ഉണ്ടാക്കി വെറൈറ്റി ഉണ്ടാക്കി വെക്കാനുള്ള പാത്രങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കാത്തത് ഒക്കെ. നമുക്ക് മനസ്സിനൊരു തൃപ്തി വേണമല്ലോ. പിന്നെ സദ്യ എന്ന് പറയുമ്പോൾ എല്ലാരും കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖം നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേരും ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പൊ എന്നാലും ഞാന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ കഴിക്കുന്നതും കുട്ടികൾ കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കി. പിന്നെ കുട്ടികളും ഇവിടില്ല. അവരും എന്തെന്ന് വെച്ചാല് അവര് എല്ലാ പ്രാവശ്യവും ഇപ്പൊ 3-4 വർഷം കൊണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് മൂത്ത മോന് ആഘോഷിക്കുന്നത് ഓണം. കാരണം ഇവിടെ ഓണം ഇല്ലാത്തത് കൊണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവര് വിളിക്കും, അവരുടെ അടുത്ത് പോകും. അപ്പൊ ഇപ്രാവശ്യം ചെറിയ മോനും കൂടെ അപ്പൂച്ചും കൂടെ പോയി.
അപ്പൂച്ചു കരഞ്ഞിട്ട് അവൻ മോൻ മൂത്തവന്റെ കൂടെ പോയി. അപ്പോ പിന്നെ പിന്നെ ഞാൻ മാത്രം. പിന്നെ ബൂ രാവിലെ തന്നെ പണിക്കാരുടെ അടുത്ത് പോയി. ഇപ്പൊ വീട് പണി നടക്കുന്നിടത്ത് അവര് ഹിന്ദിക്കാരായതുകൊണ്ട്, ഹിന്ദി വർക്കേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ഓണമൊന്നുമില്ലല്ലോ. അവർക്ക് ഒരു ദിവസം ലീവ് എടുക്കുന്നതൊന്നും താല്പര്യമില്ലാത്തവരാ. അപ്പൊ അവര് ബൂ രാവിലെ പോയി. പിന്നെ വന്നത് വൈകിട്ടാ. അപ്പൊ ഞാനും ബൂവും കൂടെ വൈകിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ നാലുപേരും കൂടി ഇരുന്ന് കഴിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം നടത്തി തന്നാല് നടത്തിത്തരും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ സദ്യ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയായപ്പോഴത്തേന് നല്ല മഴയായിരുന്നേ. തിരുവോണത്തിൻ്റെ അന്ന് ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേന് ഇതേമാതിരി ചെറുതായിട്ട് മഴ നിന്നിട്ട് വെയിൽ വന്നു. വെയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. നല്ലൊരു മഴവില്ല് കണ്ടു. അപ്പോൾ തിരുവോണമായിട്ട് ഇങ്ങനൊരു കാഴ്ചയും കൂടെ കാണാൻ പറ്റി. ഇനി ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു സദ്യ കാണാവേ. വലിയ ഐറ്റം ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് പപ്പടം, പഴം, പിന്നെ ശർക്കര ഉപ്പേരി, സാദാ ഉപ്പേരി, അത് കഴിഞ്ഞ് ഇപ്പോൾ ക്യാബേജ് തോരന്, ഇത് അവിയൽ, അതേപോലെ ഇത് കിച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, എല്ലാം കുറേശ്ശെ ഉണ്ടാക്കിയതേ. പിന്നെ അത് നാരങ്ങ അച്ചാറ്, പിന്നത് പുളിയിഞ്ചി, ഇതൊക്കെ ഞാൻ തലേന്ന് രാത്രിയാണ് തീരുമാനിച്ചതേ. അപ്പം തന്നെ നെസ്റ്റോയിൽ പോയിട്ട്, നെസ്റ്റോയിലല്ല, റിലയൻസിൽ പോയിട്ട് നെസ്റ്റോയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. റിലയൻസിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കിയതാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ചോറിട്ടിട്ട് പിന്നെ പരിപ്പ് കറി. നമ്മൾ കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഈ പരിപ്പ് കറി ഉണ്ടാക്കും. ചെറുപയർ വെച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കും. അതിൻ്റെ കൂടെ പിന്നെ പപ്പടവും നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ആദ്യമേ സദ്യയിൽ ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പായസം ഒഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പായസം കഴിച്ചിട്ടാണ് പിന്നെ പുളിശ്ശേരി ഒഴിക്കുന്നതും, പിന്നെ രസം ഒഴിക്കുന്നതും, പിന്നെ മോര് കുടിക്കുന്നതും. ഞാൻ പിന്നെ പായസം ഉണ്ടാക്കി. ചെറുപയർ പരിപ്പ് പായസമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ കഴിക്കുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ. അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ താല്പര്യമുള്ളവരോട് ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്ന, നമുക്ക് ഇത്രയും ഒക്കെ ഇത് നമുക്ക് ഭാഗ്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഈ കാലത്തും ഉണ്ടാവും. ഉണ്ടാവുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അത് വേറെ ഒന്നുമല്ല. നമ്മളെ 3 ലെവല് നോക്കിക്കഴിഞ്ഞാല്, ഹൈ ലെവല്, മിഡിൽ ലെവല്, ലോ ലെവല്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും താഴെയുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മുകളിലുള്ളവർക്ക് സാമ്പത്തികം ഉള്ളത് കൊണ്ട് അവർക്കും ആഘോഷിക്കാം. പക്ഷേ ഈ സാധാരണ ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലും പണ്ട് കാലങ്ങളിൽ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് കുടുംബം ക്ഷയിച്ചൊക്കെ
അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ടും ഒക്കെ താഴേക്ക് വന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ആരുടെ മുന്നിലും കൈനീട്ടാനും അവരുടെ അഭിമാനം അത് അവർക്ക് തോന്നത്തില്ല. കാരണം വേറൊന്നുമല്ല, അവര് പണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കുമല്ലോ. പക്ഷെ പിന്നെ ഇപ്പൊ നിവർത്തിയില്ല എന്ന് പറയാനും അവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും, ഈ മനസ്സ് നീറി വിഷമിച്ച് ഇരിക്കുന്നവര്. ഇതൊക്കെ എന്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മള് ഓണമായാലും ഏത് ആഘോഷങ്ങൾ വന്നാലും നമ്മൾ ആഘോഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഭാഗം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ, കാരണം വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവൂലേ എന്നുള്ളത്. ഉണ്ടാവും. അപ്പൊ ഞാൻ ബൂ വന്നപ്പോൾ ബൂവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബൂ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ബൂ പറഞ്ഞു ഉണ്ടാവും. അപ്പൊ ഇപ്പൊ കുറെ സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. ആ സംഘടനകളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് കിറ്റുകൾ ഓണത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബൂവിൻ്റെ കൂടെ നമ്മുടെ സ്ഥലത്തുള്ള ഒരു സംഘടന വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബൂവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബൂവും കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. കാരണം നമ്മൾ ഓണം സദ്യ കഴിച്ചതിനേക്കാളും തൃപ്തി എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടായി അത്. അപ്പൊ എല്ലാരും അങ്ങനെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ഓണം ആഘോഷങ്ങളെല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. കാരണം വലിച്ചു നീട്ടി വീഡിയോ കുറേ ആയി. അപ്പൊ എന്റെ ഓണാഘോഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അത്രയ്ക്കേ പറയാനുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.